ശ്രീമഹാലക്ഷ്മീ നമ മഹാസരസ്വത്യൈ നമ ദുർഗാ പരമേശ്വര്യൈ നമ. അർപ്പിക്കുന്നിത ജീവിതം ഭഗവതീ നിൻ പാദപദ്മങ്ങളിൽ കേൾപ്പിക്കാം പല കീർത്തനങ്ങളുമഹോ നിൻ പ്രീതി വായിപ്പിക്കുവാൻ. അല്പം നീ കനിവേകിടേണമിതിനായി അല്ലാകിലേകാകിയായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ശ്രീ മഹാദേവ്യൈ നമ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായം പുണ്യപാവനമായിട്ടുള്ള ആശ്രമങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും എല്ലാം ജനമേജയന് വ്യാസൻ പറഞ്ഞുകൊടുക്കുന്ന ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. പുണ്യങ്ങളായിട്ടുള്ള അസംഖ്യം സ്ഥലങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നവിടെ പറഞ്ഞു. ഈ സ്ഥാനങ്ങളിൽ എവിടെയും ദർശനത്താൽ തന്നെ പാപം പോക്കുന്ന ദേവീസ്ഥാനങ്ങൾ മിക്കവാറും കാണാറുണ്ട്. സാന്ദർഭികമായിട്ട് അത്തരം സ്ഥാനങ്ങളെപ്പറ്റി പിന്നീട് ഞാൻ പറയാം. തീർത്ഥങ്ങളും ദാനങ്ങളും വ്രതങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും പുണ്യകർമ്മങ്ങളും എല്ലാം സാപേക്ഷികങ്ങളാണ് എന്ന് ധരിക്കണം. ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മനഃശുദ്ധി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം പുണ്യങ്ങളാണ് എന്നുണ്ടെങ്കിലും നമ്മളുടെ മനഃശുദ്ധിയെ അനുസരിച്ചും ക്രിയാശുദ്ധി, ദ്രവ്യശുദ്ധിയെ അനുസരിച്ചുമൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പുണ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയുന്നത് എന്നുള്ളതിനെ അവിടെ വ്യാസൻ എടുത്തു പറയണു. തീർത്ഥങ്ങളുടെയും തപസ്സുകളുടെയും വ്രതങ്ങളുടെയും പാവനത്വം ചിലപ്പോൾ ദ്രവ്യശുദ്ധി ഉണ്ടായിരിക്കും, മറ്റു ചിലപ്പോൾ ക്രിയാശുദ്ധി ഉണ്ടായെന്ന് വരാം. എന്നാൽ മനഃശുദ്ധി ഏവർക്കും സദാ ദുർലഭമായിരിക്കും. മനസ്സാകട്ടെ അനേക വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ചഞ്ചലമാണ്. നാനാഭാവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ആ മനസ്സ് പലപ്പോഴും അശുദ്ധമായിട്ടാണ് ഇരിക്കുന്നത്. കാമക്രോധങ്ങൾ, അതുപോലെ ലോഭം, അഹങ്കാരം, മതം എന്നിവയെല്ലാം, തപസ്, തീർത്ഥസ്ഥാനം, വ്രതങ്ങൾ എന്നിവയ്ക്കെല്ലാം സർവ്വവിഘ്നങ്ങളും ഉണ്ടാക്കുന്നവയാണ്. പോരാതെ അഹിംസ, സത്യം, ആസ്ഥേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, സ്വധർമ്മ ആചരണങ്ങൾ എന്നിവ സർവ്വതീർത്ഥഫലങ്ങളും നൽകാൻ പര്യാപ്തങ്ങളാണ്. നിത്യകർമ്മങ്ങൾക്ക് വിഘ്നവും സംസർഗദോഷവും ഉണ്ടാവാതെ കണ്ടിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ മാത്രമാണ് ഇത്തരം കർമ്മങ്ങളെല്ലാം നമുക്ക് പുണ്യങ്ങളെ നേടിത്തരുന്നത്, അനുകൂലമായിട്ട് ഭവിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ തീർത്ഥാടനങ്ങളായാലും ക്ഷേത്രാടനങ്ങളായാലും അതെല്ലാം വ്യർത്ഥമാണ്. പാപങ്ങൾ മാത്രമായിരിക്കും മിച്ചമായിരിക്കുന്നത് എന്നവിടെ സൂചിപ്പിച്ചു. വളരെ ദീർഘമായിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഇന്ന് നമ്മൾ ഒരുപാട് തീർത്ഥാടനങ്ങളും ക്ഷേത്രാടനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊക്കെ ഇപ്പോൾ ഒന്ന് കാശിക്ക് പോകണം, ബദരിക്ക് പോകണം, ഹരിദ്വാറിൽ പോകണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ് അല്ലേ. വീടും നാടൊക്കെ വിട്ട് പദയാത്രയായിക്കൊണ്ട് ഓരോ ദിവസവും കുറച്ചു ദൂരം നടക്കുക, ഏതെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും അത്താണിയിലോ ഒക്കെ ചെന്ന് കിടന്ന് അവിടെയുള്ള ജലാശയങ്ങളിൽ കുളിച്ച് പരാശ്രയത്തിൽ കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ നടുവിൽ എന്തെങ്കിലും ദേഹത്തിന് അസ്വാസ്ഥ്യമുണ്ടായാൽ യാത്രയെ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിർത്തിവെച്ചുകൊണ്ട്
കാലാകാലങ്ങളനുസരിച്ച് നല്ല ചൂടുള്ള സമയത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല, നല്ല കൊടും തണുപ്പിൽ പറ്റില്ല, നല്ല മഴ പെയ്യുന്ന സമയത്ത് പറ്റില്ല. അപ്പോൾ കാലങ്ങളെയെല്ലാം ആശ്രയിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടന്ന് ഈ കാശി മുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോഴേക്കും എത്രയോ മാസങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അന്നത്തെ തീർത്ഥയാത്രകൾ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാശിക്കും ബദരിക്കും അതേമാതിരിയുള്ള പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ പോയവർ പിന്നെ തിരിച്ചൊന്നും വീട്ടിലേക്ക് വരാറില്ല. കാരണം പോകാൻ തന്നെ കഷ്ടം, പിന്നെ അവിടെ നിന്നിങ്ങോട്ട് തിരിച്ചു വരിക എന്നുള്ളത് അവരൊരിക്കലും ചെയ്യാറില്ല. അവിടെ പോയി അവിടെ തന്നെ കൂടി ഭഗവാനെ ഭജിച്ച് ബാക്കിയുള്ള കാലങ്ങൾ അവിടെ കഴിച്ചുകൂടി അവിടെ നിന്ന് മുക്തി നേടിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോൾ മാത്രമല്ല, ഇവിടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ഫോണും മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കണത്, ബന്ധുമിത്രാദികൾക്ക് എന്തായി, ആരെങ്കിലും ജനിച്ചോ ആരെങ്കിലും മരിച്ചോ ഒന്നും അറിയില്ല. അതൊക്കെ വിട്ടു കഴിഞ്ഞു. കാരണം മാസങ്ങളോളം യാത്ര ചെയ്തിട്ടൊക്കെയാണ് കാശിയിലേക്ക് എത്തുക. ഇവിടുത്തെ കാര്യങ്ങൾ എന്താ അറിയുക, ആ സമയത്ത് ഇവിടെ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല എന്നുള്ളത് അതിനെപ്പറ്റി ആലോചിക്കാറുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. അത് കാരണം കൊണ്ട് തന്നെ എന്തായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഈശ്വരചിന്തയിൽ അവരുടെ മനസ്സ് മുഴുകിക്കൊണ്ട് അങ്ങനെ എത്തി. അവർ എന്തെങ്കിലും വിശപ്പടക്കാൻ പ്രാണനെ നിലനിർത്താനായിക്കൊണ്ട് ആഹാരം കഴിക്കുക, അതും വല്ലവരുടെ ആശ്രയത്തിൽ കിട്ടുന്നത് കൊണ്ട് എനിക്കിപ്പോൾ തന്ന് ഇതന്നെ വേണം, കാലത്ത് ഇഡ്ഡലിക്ക് സാമ്പാറില്ലാതെ കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചട്നി ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല, വെറും ദോശ കഴിക്കില്ല, മസാല ദോശയെ കഴിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. എന്താ കിട്ടണത്? ഉപ്പുമാവാണെങ്കിൽ ഉപ്പുമാവ്, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ദോശ ആണെങ്കിൽ ദോശ, ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, അല്ല കഞ്ഞിറ വെള്ളമാണെങ്കിൽ കഞ്ഞിറ വെള്ളം. എന്താ കിട്ടുന്നത്? വിശപ്പടക്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ അമൃതമായിട്ട് സേവിക്കണു എന്ന് മാത്രമല്ല, ആ തരുന്നവരെ മനസ്സുകൊണ്ട് ആവശ്യത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ആഹാരം തരുന്നവരുണ്ടല്ലോ, അവരിൽ നിന്നും അതിനെ വളരെ പ്രേമത്തോടു കൂടിയിട്ട് ആദരവോടുകൂടി സ്വീകരിച്ച് ആ അന്നത്തിന് മഹിമയറിഞ്ഞുകൊണ്ട് ആ അന്നം ഭഗവാൻ തനിക്കിതാ ഇന്ന് തന്ന പ്രസാദമാണ് എന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ നന്ദിയും കടപ്പാടും ഭഗവാനോടും ഭക്ഷണം തന്നവരോടും പറഞ്ഞുകൊണ്ട് ആഹാരത്തിനെയൊക്കെ അവർ കഴിച്ചിരുന്നു. സംതൃപ്തിയോടുകൂടിയിട്ട് വീട്ടിലെ വിചാരങ്ങളൊന്നുമില്ലാതെ കണ്ട് അങ്ങനെ അവരാ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ആ മുക്തി മോക്ഷം എന്നുള്ളതൊക്കെ കിട്ടിയിരിക്കാം. കാരണം അവർക്ക് പിന്നെ മറ്റുള്ള വിചാരങ്ങൾ, ധാരാകാര പുത്രകളത്രാദികളുടെ വിചാരങ്ങളൊന്നുമില്ലാതെ കണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു, ദേവിയെ സ്മരിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അതാണ് ഇവിടെ എടുത്ത് പറയുന്നത് വ്യാസൻ. അത്തരത്തിലുള്ള ഒരു തീർത്ഥാടനമല്ല, ക്ഷേത്രാടനമല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ വളരെ വ്യർത്ഥമായിട്ടുള്ളതാണ്. ഭഗവാൻ ഏകാദശത്തിൽ ഉദ്ധവരോട് ഭാഗവത മഹാപുരാണത്തിൽ പറയുന്നത് മാതിരി കത്തുന്ന അഗ്നിയിൽ മന്ത്രം ജപിച്ച് നെയ്യ് ആഹുതിയായി ഒഴിക്കുമ്പോൾ മാത്രമേ അതിന് പുണ്യം കിട്ടുന്നുള്ളൂ, ദേവന്മാർക്ക് അത് പോകുന്നുള്ളൂ, തദ്വാര നമുക്ക് പുണ്യം കിട്ടുന്നുള്ളൂ. കത്തിക്കരിഞ്ഞ് അഗ്നിയില്ലാതെ ചാമ്പലിൽ വെണ്ണീറിൽ നമ്മൾ എന്തു ഹോമിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടെന്തെങ്കിലും ഫലം കിട്ടുമോ? കിട്ടില്ല. അതുപോലെയാണ് ആ മനഃശുദ്ധി പൂർണ്ണമായിട്ടിരിക്കുമ്പോൾ മാത്രമേ ചെയ്യുന്ന ക്ഷേത്രാടനങ്ങൾ തീർത്ഥാടനങ്ങൾക്കെല്ലാം ആ പുണ്യം വേണ്ടത്ര ലാഭം നമുക്ക് കിട്ടുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ വെറും കർമ്മമായിട്ട് മാറണു എന്നുള്ളതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും നാളെ തുടർന്ന് കൊണ്ടുപോകാം വ്യാസവചനങ്ങൾ. സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട്
ശ്രീ മഹാദേവ്യൈ